തൊഴിലാളി നേതാവായിരുന്നു. അന്നൊരു കള്ളക്കേസിൽ കുടുക്കി അയാളെ കുറച്ചു ദിവസം അച്ഛൻ അകത്താക്കിയിട്ടുണ്ട്. അതറിയാമോ? കള്ളക്കേസല്ലായിരുന്നു, കുറ്റം ചെയ്തതിന് കോടതിയാ ശിക്ഷിച്ചത്. യൂണിയനിൽ ചേരാത്തതിനെ തൊഴിലാളികളെ തല്ലിയാൽ പിന്നെ എന്ത് ചെയ്യണം സാർ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ തിരുവനന്തപുരത്ത് വിളിച്ചപ്പോ കിട്ടിയ ന്യൂസാ. അതിനുശേഷവും ഈ മാന്യൻ പാർട്ടി ഫണ്ടിനെന്നും ഇലക്ഷനെന്നും മറ്റും പറഞ്ഞ് അച്ഛന്റെ അടുക്കൽ നിന്ന് കാശ് കൈനീട്ടി വാങ്ങിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് സാർ. അതുകൊണ്ടൊക്കെ ജയിലിൽ കിടത്തിയ വൈരാഗ്യം തീരുവോ? അത് പോട്ടെ, കൂട്ടത്തിൽ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പൊ ശരി. അനന്തനോട് എനിക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ട് ഞാൻ കാല് വരെ പിടിച്ചു പോയി. പക്ഷെ എന്ത് ചെയ്യാം? കാലും കൈയൊന്നും സാറ് പിടിച്ചില്ല. ഫോണിൽ കൂടെ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടതല്ലേ. പറഞ്ഞു എന്ന് വരുത്താൻ വേണ്ടി മാത്രം ഒന്ന് വിളിച്ചു. അതെ, എനിക്ക് അത്രേ സൗകര്യമുള്ളൂ. നിരപരാധിയൊന്നും അല്ലല്ലോ നിന്റെ അച്ഛൻ. ഒരു വ്യാഴവട്ടത്തിൽ കൂടുതൽ അകത്ത് കിടക്കാനുള്ള കുറ്റം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞതിന് നന്ദി. ഇനി സമ്മേളനം വരും, ഇലക്ഷൻ വരും. അന്ന് ഇന്ന് പറഞ്ഞതൊക്കെ മറന്ന് കോളിനോസ് പുഞ്ചിരിയുമായി താൻ എന്റെ വീട്ടിൽ വരും സംഭാവന പിരിക്കാൻ. ചാണകം ഞാൻ കലക്കി വെച്ചിരിക്കും. ഒരു ജനപ്രതിനിധി വന്നിരിക്കുന്നു. ഞാനൊരു രണ്ടു വാക്ക് പറഞ്ഞിട്ട് വരാം. അന്നൊരിക്കൽ സംഭാവനയ്ക്ക് പുറമെ 20 ചാക്ക് അരി വാങ്ങിച്ചുള്ള വിദ്വാന അയാള്. വേണ്ട കേസി വാ. ഇന്ത്യ വന്നിട്ട സ്ഥലത്തൊക്കെ അനന്തൻ സാറിനെ കൊണ്ട് ഒപ്പിടിക്കണം. അർജുന്റെ പേർക്കുള്ള പവർ ഓഫ് അറ്റോണിയാ. ഇന്ന് തന്നെ കിട്ടില്ലേ? ഞാൻ തന്നെ പോവാം. ആ പിന്നെ മഹാലക്ഷ്മി ട്രാൻസ്പോർട്സിന്റെ ലെഡ്ജറും ക്യാഷ് ബുക്കും ജേണലും ഇന്ന് തന്നെ ഓഫീസിൽ എത്തിക്കണം. അതിന്റെ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട സമയമായി. ആ ഇൻകം ടാക്സിന്റെ ഹിയറിംഗ് കുറച്ച് ദിവസത്തെ കൂടെ നീട്ടിക്കൂടെ? കാര്യം പറഞ്ഞാൽ ഓഫീസർക്ക് മനസ്സിലാവും. ഇൻകം ടാക്സിന്റെ ഓഫീസർ പുതിയ ആളാ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഇത്തിരി തിരക്കായതുകൊണ്ടാ. ഞാൻ സൗകര്യം പോലെ അനന്ത സാറിനെ പോയി കണ്ടോളാം. വരട്ടെ. ഓഡിറ്റർ സാറോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ പോകുന്നു. ആരാ പുതിയ ഇൻകം ടാക്സ് ഓഫീസർ? കൊച്ചുവർക്കി. ഇതറിയോ? പിന്നെ അസലായിട്ട് അറിയും. കോട്ടയത്തുകാരനല്ലേ? അതെ. പറഞ്ഞാ ഇവരും അറിയും. നമ്മുടെ കിഴക്കേപ്പുറത്തെ തോമയില്ലേ, അയാളുടെ മകന്റെ. ശങ്കരേട്ടാ. മിസ്റ്റർ അർജുൻ, ആളെ ശങ്കരേട്ടൻ അറിയാമെങ്കിൽ ഹിയറിംഗ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ശങ്കരേട്ടൻ നേരിട്ടൊന്ന് പറഞ്ഞാൽ പോരെ? ഞാൻ പറയാം. എന്റെ പൊന്നു സാറേ, ഈ ശങ്കരേട്ടൻ വിചാരിച്ചാൽ ഏത് കാര്യവും കുളമാക്കാനല്ലാതെ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് സാറ് നേരിട്ട് പറഞ്ഞാൽ മതി. എന്ത് കാര്യമാ പറയാതെ നേട്ടത്? ആർക്കറിയാം. പുറത്ത് ഹോസ്പിറ്റലിന്റെ കോൺട്രാക്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓ, അത് ഞാൻ മറന്നു. എന്താ കോൺട്രാക്ടോട് വല്ലതും പറയാനുണ്ടോ? ഞാൻ അറിയുന്ന ആളെന്ന് നോക്കാമല്ലോ. വേണ്ട, ഇവിടെ ഇരുന്നാ മതി. ഒരാഴ്ചയായി പണി നിർത്തിവെച്ചിട്ട്. ഇനി എന്ത് വേണമെന്ന് ഇവിടുന്ന് പറഞ്ഞിട്ട് വേണം തീരുമാനിക്കാൻ. എന്തിനാ അച്ഛനെ നിർത്തിവെക്കുന്നത്? പണി നടക്കട്ടല്ലേ? അങ്ങനെയല്ലേ അച്ഛൻ പറഞ്ഞത്? അതെ. എന്നാ തിങ്കളാഴ്ച തുടങ്ങാം. പിന്നെ എന്താ? ഒരു ലോഡ് സിമന്റ് ഇറക്കണമായിരുന്നു. എത്ര രൂപ വേണം? ഒരു 20,000 രൂപ കിട്ടിയാ കൊടുക്കാനല്ലേ? കൊടുക്കാം. അക്കൗണ്ടന്റ് ഒന്ന് വന്നോട്ടെ. ബാങ്ക് വരെ പോയിരിക്കുക. തിരക്കില്ല, ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരാം. ശരി. ക്യാഷ് ഡ്രോ ചെയ്തോ? അക്കൗണ്ട് ഒക്കെ ഫ്രീസ് ചെയ്തിരിക്കുക. എന്താ കാരണം? സാറിനോട് മാനേജർ ഒന്ന് ബാങ്കിലേക്ക് വിളിക്കാൻ പറഞ്ഞു. ആ ബാങ്ക് ഒന്ന് വിളിച്ചേ. ഹലോ, ബാങ്കല്ലേ? മാനേജരെ ഒന്ന് വേണമായിരുന്നു. ഓ, ഹലോ, ഞാൻ അർജുൻ, അനന്തന്റെ മകനാ. ഉവ്വ്, അക്കൗണ്ടന്റ് പറഞ്ഞു. എന്താ സാർ കാര്യം? എൻഫോഴ്സ്മെന്റും കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസോ? സാർ, ഒരു മുന്നറിയിപ്പും കൂടാതെ ഇങ്ങനെ? ശരി സാർ, ശരി, ഞാൻ വരാം. ഉച്ചയ്ക്ക് ഓഫീസിൽ. എന്താ കാര്യം? എൻഫോഴ്സ്മെന്റിന്റെയും സെൻട്രൽ എക്സൈസിന്റെയും ഇൻസ്ട്രക്ഷൻസ് പ്രകാരം അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യാ ആശാനെ? എനിക്ക് അറിഞ്ഞുകൂടാ കുഞ്ഞെ. ശമ്പളം കൊടുക്കണം, പിന്നെയും കിടക്കുന്നു 100 കൂട്ടം ചെലവുകൾ. ആ പണിക്കെടുത്തുനിന്ന് കുറച്ച് ലോൺ എടുത്താലോ? ഏത് പണിക്കരെ? അച്ഛന്റെ ഒരു പരിചയക്കാരനാ. വല്ലപ്പോഴും വളരെ അത്യാവശ്യം വരുമ്പോ അയാളെ സഹായിക്കാറ്. അച്ഛനോടൊരു വാക്ക് പോലും ചോദിക്കാതെ? അല്ല, ഞാനിപ്പോ പോകുന്നുണ്ടല്ലോ ഇത് ഒപ്പിടിക്കാൻ. അപ്പൊ ചോദിച്ചിട്ട് വരാം. പക്ഷെ ഒടുക്കത്തെ പലിശയുടെ. പലിശ 60%.
അതായത് 105 രൂപ. 105 രൂപയോ? അതെ. അത് വളരെ കൂടുതലാണല്ലോ പണിക്കരെ. അനന്തനാണെങ്കിൽ ഞാൻ പറയില്ല, പറയാതെ തന്നെ പുള്ളി തരും. മാർക്കറ്റ് റേറ്റ് അനന്തൻ അറിയാം. മോൻ വരുന്നത് ആദ്യം ആയതുകൊണ്ടാ ഞാൻ പറഞ്ഞത് തന്നെ. അച്ഛനെ, അച്ഛൻ എന്ത് പറഞ്ഞു? അത്യാവശ്യമാണെങ്കിൽ വാങ്ങാൻ പറഞ്ഞു. പലിശയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. എത്ര ദിവസത്തിനകം തിരിച്ചു തരണം? എത്രയും വേഗം തരുന്നോ അത്രയും നല്ലത്. അല്ലെങ്കിൽ വെറുതെ പലിശ കൂടും. എത്ര വേണ്ടി വരും? എത്ര വേണം? ഒരു 50 മതി. ചോദിച്ചു. തൽക്കാലം ഒരു 50 മതി. ഓഹോ, ഞാൻ പറയടാ സത്യം, എന്താണ് അവിടെ വന്ന്? പറയടാ, സത്യം പറയടാ. അയ്യോ, എന്നെ അടിക്കല്ലേ, ഞാൻ സത്യം പറയാം. അയ്യോ, എന്റെ ഒന്നും ചെയ്യല്ലേ, ഞാൻ സത്യം പറയാം. ചേക്കുടിക്കേര് പറഞ്ഞിട്ടാ ഞാൻ കൊണ്ടുവച്ചത്. സെർച്ച് വാറന്റ്. ഇനിയും തീർന്നില്ലേ സാർ സെർച്ചിനെ കുറിച്ചുള്ള ഈ പ്രഹസനം? 2 ദിവസം മുമ്പ് റെയ്ഡിനെ കുറിച്ച് പത്രത്തിൽ കണ്ടല്ലോ. വെണ്ടയ്ക്ക മുഴുപ്പിൽ അനന്തന്റെ വീട്ടിൽ റെയ്ഡ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ചില രഹസ്യരേഖകൾ കിട്ടിയെന്ന്. എന്താ സാറേ ഈ രഹസ്യരേഖകൾ? ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. നാട്ടുകാരുടെ മുമ്പിൽ അനന്തനെയും കുടുംബത്തെയും താറടിച്ച് കാണിക്കണം, അതല്ലേ നിങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ? താൻ എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യും. വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അത്ര നാണവും മാനവും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ തൊഴിലിന് ഇറങ്ങുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. തിരിച്ചാലോചിക്കുന്നതാവും കുറെ കൂടെ ഭംഗി. ചെയ്യുന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നെങ്കിൽ 2 കൈയും നീട്ടി ഞാൻ സ്വീകരിച്ചേനെ. അതല്ല നിങ്ങളുടെ ഉദ്ദേശം എന്ന് നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ സാറേ നിങ്ങൾ സെർച്ച് ചെയ്യണം സാറേ. കമൺ. ഈ കക്കൂസിൽ എന്തോ സെർച്ച് ഇതിരിക്കുന്നു. ചിലപ്പോ കണ്ടെന്നിരിക്കും. ഇങ്ങോട്ട് മാറി നിൽക്കണോ? താനേ ടാങ്ക് ഓർക്കും. സാർ ഇതിനകത്തൊന്നുമില്ല. ഇത് തുറക്കും. അല്ല, ഇത് വല്ല പട്ടി വെച്ചാണോ? പട്ടി ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ സാധിച്ചു. സാറേ, കൈ എഴുതിട്ട് സോപ്പ് എടുത്താൽ മതി, അല്ലെങ്കിൽ സോപ്പ് നാറും. അയ്യോ, എന്തൊരു നാറ്റം.
എന്താ സാർ വല്ലതും കിട്ടിയോ? രവി, ഇവനെ കൂടെ കൊണ്ടുപോയിക്കണം. കൊണ്ടുപോണില്ലേ? ഇവൻ ഇനി എന്ത് ചെയ്യണം? നീ പൊയ്ക്കോ. അത്രയും വേണ്ടായിരുന്നു ശങ്കര. അവർക്ക് വെറുതെ വൈരാഗ്യം കൂടും. പിന്നെ അത് പോരായിരുന്ന എന്റെ അഭിപ്രായം. ആ, പൈസയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ? കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നില്ലേ? ഒരു വിധം ഇപ്പൊ പ്രശ്നം. ഏതാവും പറഞ്ഞ കേന്ദ്രമന്ത്രി? ബോഡയ്യ എന്താ അറിയോ? ഇയാള് ജാതി മനുഷ്യനെ. ഓടയ്യ. ഞാൻ അറിയുന്ന പെൺകുട്ടിയെ രമ. അതുകൊണ്ടാ കൂടെ വിട്ടത്. അവിടെ നിന്നും തിരിച്ചു വന്നത് മുതൽ അവളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ആകെ ഒരു വ്യത്യാസം. ഞാൻ ഒരുപാട് തിരിച്ചും മറിച്ചും ചോദിച്ചു. പിന്നെ അവൾ സമ്മതിച്ചു. അവനുമായി പ്രേമത്തിലാണെന്നും അവനെ വിവാഹം കഴിക്കുള്ളെന്നും. അതാ അച്ചായനെ ഞാൻ വേഗം വരാൻ പറഞ്ഞു ഫോൺ ചെയ്തത്. നീ പറഞ്ഞപ്പോ അവനെ പറ്റി ഞാൻ അന്വേഷിച്ചു നാട്ടിൽ. അവനൊരു കള്ളക്കടത്തുകാരന്റെ മകനാ. കള്ളക്കടത്തുകാരനോ? അതെ, അയാളിപ്പോ ജയിലില്ല. ഇവൾക്ക് ഇത്ര ധൈര്യം എങ്ങനെ വന്നു? ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണക്കാരൻ ഞാൻ തന്നെ. അമ്മയില്ലാത്ത പെണ്ണല്ലേ, ലാളിച്ച് വളർത്തുകൊണ്ടുണ്ടായ ദോഷം തന്നെ. അവളെവിടെ? പുറത്തെവിടെയോ പോയിരിക്കുക. ഇനി അവൾ പഠിക്കണ്ട. പിന്നെ ഞാൻ തീരുമാനിച്ചിട്ടാ വന്നിരിക്കുന്നത്. നമ്മുടെ കരോട്ടെ ജോർജ് ഇല്ലേ, അവന്റെ മകൻ ജെയിംസ് കുട്ടി ഇവിടെ ഭാരത് ഇലക്ട്രിക്കൽസിൽ എഞ്ചിനീയറാ. ഞാനറിയും, ഒരു കറുത്ത പയ്യൻ. നിറം കറുപ്പാണെന്നേ ഉള്ളൂ, പക്ഷെ തൊഴിൽ കള്ളക്കടത്തൊന്നുമല്ല. ഞാനും ജോർജുമായി സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് സമ്മതമാണ്. ഞാനും സമ്മതിച്ചു. ബാംഗ്ലൂരിൽ വെച്ച് കല്യാണം നടത്താമെന്നും അവർ ഏറ്റിട്ടുണ്ട്. അവളോടൊരു വാക്ക് ചോദിക്കാതെ? എന്തിന്? ഞാൻ പറയുന്നവനെ അവള് കെട്ടും. അല്ല സാർ, നമുക്ക് സുപ്രീം കോർട്ടിൽ അപ്പീൽ കൊടുക്കാം. എന്നാലും സാരമില്ല, നമുക്ക് ട്രൈ ചെയ്യാം സാർ. ശരി, ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാം. ആ, വരൂ. ഇത് മിസ്റ്റർ നാരായണൻകുട്ടി, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ. ഹലോ, പ്ലീസ് ടു മീറ്റ് യു. സിറ്റ് ഡൗൺ. താങ്ക് യു. നമ്മുടെ വണ്ടികൾക്കൊക്കെ ഇവരാ ഫൈനാൻസ് ചെയ്തിരിക്കുന്നത്. അറിയാം. ഐ ഹാവ് കം വിത്ത് എ ബാഡ് ന്യൂസ്. എന്താ? ഇത് കോടതി ഡിഗ്രി ആണല്ലോ. അതെ, ഞങ്ങൾ ഫൈനാൻസ് ചെയ്ത 8 ലോറികൾ സീസ് ചെയ്യാനുള്ള ഓർഡർ ഉണ്ട്. നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. എന്താ ആശാനെ ഇത്? ഞാൻ നേരിട്ട് സാറിനെ കണ്ട് പറഞ്ഞ കാര്യം സാർ സമ്മതിക്കുകയും ചെയ്തു. ആശാൻ എന്നെ കണ്ട് പറഞ്ഞത് ശരിയാണ്. നല്ല കസ്റ്റമർ ആണെങ്കിൽ സാധാരണഗതിയിൽ 3-4 മാസത്തെ ഇൻസ്റ്റാൾമെന്റ് ഡ്യൂസ് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ലീഗൽ ഫോർമാലിറ്റിക്ക് വേണ്ടി നോട്ടീസ് അയക്കും. ചിലപ്പോൾ ഒരു ഡിഗ്രി എടുത്ത് വെച്ചെന്നിരിക്കും. അതങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. പിന്നെ ഇപ്പൊ എന്താ? ഞാൻ മാസശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഇത് ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷനാണ്. സാധാരണ അവർ ഇടപെടാറില്ല. ഇപ്പൊ എന്തോ പെട്ടെന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ വന്നിരിക്കുന്നു RR പ്രൊസീഡ് ചെയ്യാൻ. ഇത്രയും പൈസ പെട്ടെന്ന് എവിടുന്ന്? സാർ, കുറച്ച് ദിവസത്തെ അവധി കൂടി. സോറി, മാക്സിമം നാളെ ബാങ്ക് ടൈം വരെ. അതും എന്റെ റിസ്കിൽ. പറഞ്ഞ തുക മുഴുവൻ ഇതിലുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എണ്ണി നോക്കണ്ടേ? വേണ്ട. പലിശ കൃത്യമായിരിക്കണം. പ്രോനോട്ടോ അങ്ങനെ വല്ലതും? ഒന്നും വേണ്ട. അനന്തന്റെ മകനെ എനിക്ക് വിശ്വാസമാണ്. താങ്ക്സ്. ഇതെന്താ മോനെ, തുടരെ ഓരോ പ്രശ്നങ്ങൾ. ആരെയെങ്കിലും കണ്ട് ആ ചേക്കുടിക്കാരുമായിട്ടൊരു തീർപ്പിലെത്തിക്കൂടെ? വരട്ടെ.
ആ പണിക്കരാ, അവരോടൊന്ന് പുറപ്പെട്ടു. ഒരു ക്രീം കളർ കോണ്ടോസ കാറാ. നമ്പർ ശ്രദ്ധിച്ചില്ല. ശരി. ആശാനെ, നമ്മുടെ പുറകെ ഒരു പോലീസ് ജീപ്പാണല്ലോ. ആ CI ഭരതനാണല്ലോ ഇരിക്കുന്നത്. അവരെന്തിനാ നമ്മളെ ഫോളോ ചെയ്യുന്നത്? ആശാനെ, ബാഗ് തുറന്നു നോക്ക്. ഇത് നോട്ടാ. അത് മാറ്റി നോക്ക്. അയ്യോ, ബിസ്ക്കറ്റ് ആണല്ലോ. ചതിച്ചോ എന്റെ ദൈവമേ. അപ്പൊ ഞാൻ സംശയിച്ചത് ശരിയാ. കുഴപ്പമായല്ലോ. ഇനി എന്താ ചെയ്യാ? വേഗം വിട്. ഇപ്പൊ അവരെ കാണുന്നില്ല. ഓ, രക്ഷപ്പെട്ടു. കസ്റ്റംസ് ചെക്കിങ്. തിരിച്ചു വിട്ടാലോ? അയ്യോ, പോലീസ്. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നോട് ക്ഷമിക്കണം. ഈ വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം സാർ. മെഡിക്കൽ കോളേജ് കൊണ്ടുപോവാ. ആക്സിഡന്റാ. അയ്യോ അയ്യോ നാശം. പോയിക്കോ. ആ കോണ്ടസാക്കാർ എന്താ വിട്ട് കളഞ്ഞത്? സാർ, അതൊരു ആക്സിഡന്റ് കേസാ. മെഡിക്കൽ കോളേജിലേക്കാ പോയത്. ചെക്ക് ചെയ്യാതെ ഒരു വാഹനവും വിടരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നില്ലേ? അതിലൊരാൾ ചോര. അവരിതുവരെ വിളിച്ചില്ലല്ലോ. ഇനിയിപ്പോ കസ്റ്റംസുകാരുടെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അവർ നേരെ കോഴിക്കോട്ട് കൊണ്ടുപോയി കാണും. അതാ അവരുടെ ഒരു പതിവ്. ഹലോ ബാവാ. ഉണ്ട് സാർ, കമ്മീഷണറാ. കമ്മീഷണറാ? അതെ. എന്തായി? ഇല്ലേ? ആര് പറഞ്ഞു? ഒരു ക്രീം കളർ കോണ്ടസി ആയിരുന്നു. ആ പണിക്കർ എന്നോട് പറഞ്ഞതല്ലേ? നിങ്ങളുടെ ആളുകളത് മിസ് ചെയ്ത് പോയി കാണും. ആഹാ, നിങ്ങളെ കൊണ്ടൊക്കെ പിന്നെ എന്തിനു കൊള്ളാം. അങ്ങനെ ഒരു കാറേ അവര് കണ്ടിട്ടില്ലെന്ന്. അതവര് കള്ളം പറഞ്ഞതാ. അവരെ വെട്ടിച്ചവൻ കടന്നിളഞ്ഞു കാണും. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവനെ ബുദ്ധിയില്ലാത്തവനെന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട, നമുക്ക് വീണ്ടും അബദ്ധം പറ്റുമെന്ന്. പറ്റി. എന്നോട് ക്ഷമിക്കണം. ആ സമയത്ത് വേറൊരു നിവൃത്തിയില്ലാഞ്ഞിട്ട്. സാരല്ലാതെ അവന്മാരെ കൈ കിട്ടിയിരുന്നെങ്കിൽ ദേഹാസകലം പ്ലാസ്റ്റർ ആയിരുന്നേ. അയ്യോ, എന്താ വേദനയുണ്ടോ? തല താഴ്ത്തി വേദന? ഭയങ്കര വേദന. പൈസ അടച്ചോ? അടച്ചു. ആ ബിസ്ക്കറ്റ് എന്ത് ചെയ്യണം? ഞാൻ പറയാം. അതിനു മുമ്പ് എനിക്ക് ആ പണിക്കരെ ഒന്ന് കാണണം. സ്വർണ്ണോ? എനിക്കൊന്നും അറിയില്ല. എന്നെ ഒറ്റിക്കൊടുത്തതിന് പകരമായി ചേക്കുടി സഹോദരന്മാർ തനിക്ക് എന്ത് തന്നടോ? ചേക്കുടിയോ? എന്താ അറിയില്ലേ? താൻ എന്ത് വിചാരിച്ചു? മരിക്കുന്നവരെ ഞാൻ അകത്ത് കിടക്കുമെന്നോ? പ്രോനോട്ട് ഒപ്പിടാതെ കാശ് തന്ന് തിരിച്ചു തരാതിരിക്കാൻ വേണ്ടി കസ്റ്റംസും സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ഈ നാടകം എന്റെ അടുത്ത് ചെലവാകുകയല്ല. നാടകം തന്നെ. തന്റെ കാശ് തിരിച്ചു തരാൻ എനിക്ക് സൗകര്യമില്ല. ഇങ്ങനൊരു ഡീൽ നടന്ന കാര്യം മറന്നേക്ക്. അല്ലെങ്കിൽ തനിക്ക് കഴിവുണ്ടെങ്കിൽ താൻ വാങ്ങിക്കേ. എനിക്കതൊന്ന് കാണണം.
ഇതാരാ? പണിക്കരാ? എന്താ വിശേഷം? വാ, അകത്തിരുന്ന് സംസാരിക്കാം. വരൂ. ആരാ പുറത്ത് രണ്ടുപേർ? ഗുണ്ടകളാ അതോ ബോഡി ഗാർഡ്സോ? അപ്പൊ ഞാൻ തല്ലിയാലേ കുഴപ്പമുള്ളൂ. എന്താ വിശേഷിച്ച്? ആ പൈസ കിട്ടിയില്ല. ഏത് പൈസ? അന്ന് വാങ്ങിയില്ലേ ലോറി CC എന്ന് പറഞ്ഞപ്പോ? ഓ അതോ? അതിനകത്തുണ്ടായിരുന്ന സ്വർണത്തിന്റെ വില വേണ്ടേ? എന്നെ കുരുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ചേക്കുടി പണിക്കരുടെ നഷ്ടം നികത്തിയില്ലല്ലേ? അപ്പൊ അതങ്ങ് മൊത്തത്തിൽ പോട്ടെ പണിക്കരെ, അതാ നല്ലത്. എനിക്ക് എന്റെ കാശ് കിട്ടണം. തരില്ല. ഒരൊറ്റ ചില്ലിക്കാശല്ല. അന്ന് പുറകെ വിട്ടില്ലേ പോലീസിനെ? ഇപ്പൊ ചെന്ന് പറ, അവര് വാങ്ങിത്തരും. എന്നാ ഞാൻ വാങ്ങിക്കും. പുറത്ത് ഗുണ്ടകള്, അകത്ത് തോക്ക്. പണിക്കൊരാള് മോശമല്ലല്ലോ. അത് കളിക്കും. താൻ ഇത്രയേ ഉള്ളൂ പണിക്കരെ, മനസ്സിലായില്ലേ? തന്നോട് മര്യാദ ഭാഷയിൽ സംസാരിച്ച എന്തുകൊണ്ടാണെന്നറിയാം? എന്നെ നശിപ്പിക്കാൻ താൻ പൈസ തന്നെങ്കിലും ഏതെങ്കിലും തരത്തിൽ അത് എനിക്ക് ഉപയോഗപ്പെട്ടു. അതിന്റെ നന്ദിയുണ്ട്. താൻ തന്ന സ്വർണവും പണവും ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കും. പക്ഷെ തനിക്ക് തരില്ല. അപ്പൊ താൻ പണം തരില്ല? ഇല്ല. പക്ഷെ ഇതിന് തന്നെ കരയിപ്പിക്കും. അതിനുള്ള വകുപ്പ് എന്റെ അടുത്തുണ്ട്. താൻ നോക്കൂ. പണിക്കരെ, ഒരു ജന്മം കരയാനുള്ളത് മുഴുവൻ ഞാൻ കരഞ്ഞു കഴിഞ്ഞു. ഇനി താനായിട്ട് എന്നെ എന്ത് കരയിക്കാനാ? അതുകൊണ്ട് തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോ താൻ അത് ചെയ്യേ. പണിക്കരെ, പണമോ പോയി, പോരെങ്കിൽ സ്വർണവും കരയിക്കാൻ നടന്നിട്ട് ബാക്കിയുള്ളതും കൂടി കളയണം. റോസ്മേരിയുടെ വിവാഹം നിശ്ചയമായിരുന്നു ഇന്നലെ. പക്ഷേ നടന്നില്ല. പള്ളിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മനസ്സമ്മതം ചോദിച്ചപ്പോൾ അവൾ തുറന്നു പറഞ്ഞു സമ്മതമല്ലെന്ന്. പിന്നെ ആകെ പ്രശ്നമായി. എന്ത് ചെയ്യാനാ? ചെറുക്കനും കൂട്ടരും അവരുടെ പാട്ടിന് പോയി. എന്നിട്ട് ബാക്കി വിശേഷമൊന്നും എനിക്കറിയില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവളെ കാണാൻ കഴിഞ്ഞില്ല. ഏതായാലും 2 ദിവസം കഴിഞ്ഞ് നീ അവളെ ഒന്ന് വിളിക്കേ, അല്ലെങ്കിൽ അവിടം വരെ ഒന്ന് വാ. ആ പിന്നെ വേറൊരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ വന്നത്. നീ എന്നെ ചീത്ത പറയരുത്. വളച്ചൊടിക്കാതെ കാര്യം പറയടാ. നിന്റെ അച്ഛന്റെ കാര്യം ഞാൻ അശ്വിനോട് പറഞ്ഞു. എന്തുകൊണ്ട് അവനെ നേരത്തെ അറിയിച്ചില്ലെന്ന് ചോദിച്ച് അവൻ ചീത്ത പറഞ്ഞു. ഇന്നലെ അവൻ ഡൽഹിക്ക് പോയിട്ടുണ്ട്. അവനോട് പറയണ്ടായിരുന്നു. പറയാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നിന്റെ അച്ഛന്റെ ജയിലിലെ സ്ഥിതി ഞാനും കണ്ടതല്ലേ. ഇത് പറയാൻ വേണ്ടിയാ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ വന്നത്. ഇന്ന് തന്നെ തിരിച്ചു പോകും. അകത്തുണ്ട്. മോളെ 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 അവരെ മോളെ സാരമില്ല മോളെ, സാരം. ഡാഡി അന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചുപോയി. ഇന്നലെ ആന്റിയെ വിളിച്ചിരുന്നു. കുറച്ച് തണുത്തിട്ടുണ്ടെന്നാ ആന്റി പറഞ്ഞത്. അർജുൻ എന്ന് വരും? വരാം, എത്രയും പെട്ടെന്നെത്താം. അച്ഛന് വിശേഷമൊന്നുമില്ല. ഇനി പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്നു. അച്ഛൻ വരുന്നു. വയ്ക്കട്ടെ, നേരിട്ട് കാണുമ്പോ പറയാം. നീ എന്നാ ബാംഗ്ലൂർക്ക് പോകുന്നേ? തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കണം. നീ എത്രയും പെട്ടെന്ന് ചെന്ന് റോസ്മേരിയെ കൂട്ടിക്കൊണ്ടു പോരണം. അവിടെ നടന്ന വിശേഷങ്ങളൊക്കെ രമ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അന്നൊരിക്കൽ പറഞ്ഞത് വീണ്ടും ഞാൻ പറയുകയാണ്. ഇഷ്ടമുള്ള പെൺകുട്ടിയെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. പഠിത്തം തുടരാൻ നിനക്ക് താല്പര്യമുണ്ടോ? ഞാൻ വേണ്ടെന്ന് വെച്ചു. രമയും അത് തന്നെ പറഞ്ഞു. ഞാൻ നിർബന്ധിച്ചില്ല. നീയും അവളും അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും ഏറെ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ നിമിത്തം ഞാൻ അനുഭവിക്കേണ്ടവനാണ്. അറിഞ്ഞുകൊണ്ട് എത്രയോ തെറ്റുകൾ ചെയ്തു. അതൊന്നും സാരമില്ല അച്ഛാ. അല്ലാതെ നീ വേറെ എന്തു പറയും? നീ എന്റെ കൂടെ ഉണ്ടാവുമ്പോ മനസ്സിനൊരാശ്വാസം. നീ ഇന്ന് പ്രാപ്തനാണ് എന്നെക്കാൾ.
ഈ നാടും ഇവിടുത്തെ ബിസിനസ് ഒന്നും നമുക്ക് വേണ്ട അച്ഛാ. നമുക്ക് ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്യാം. പിന്നെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഒരുപാട് കണക്കുകൾ തിരിച്ചു ചോദിക്കാൻ അച്ഛന്റെ മനസ്സിൽ ബാക്കിയുണ്ടാവും. അതൊക്കെ മറക്കണം. എനിക്കും രമയ്ക്കും വേണ്ടി ഇനിയുള്ള കാലം സമാധാനത്തോടെ കഴിയണം. അതും കൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ബാംഗ്ലൂർക്ക് പോകാമെന്ന്. അച്ഛൻ ചിരിച്ചതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഒരുത്തൻ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നുവെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അംഗീകരിച്ചുവെന്ന്. അതൊന്നും ഓർത്തല്ല ഞാൻ ചിരിച്ചത്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു നീ പ്രാപ്തനായി എന്ന്. അത് നിന്റെ വാക്കുകളിൽ കാണാം. അതിന്റെ കൗതുകം ഓർത്ത് ചിരിച്ചതാണ്. ഇവിടം വിട്ടുപോകുന്ന കാര്യമൊക്കെ നമുക്ക് വഴി ആലോചിക്കാം. ഏതായാലും അതൊന്നും അത്ര പെട്ടെന്ന് നടക്കില്ലല്ലോ. നീ ആദ്യം പോയി ആ റോസ്മേരി വിളിച്ചോണ്ടോ. ചേട്ടൻ എന്ന് തിരിച്ചു വരും? 2 ദിവസത്തിനകം ഞാൻ തിരിച്ചെത്തും. അച്ഛനെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കരുതെന്ന് അവരോട് പ്രത്യേകം പറഞ്ഞേക്കണം. അത് ശരിയാണ് വർക്കി ചേട്ടാ. പക്ഷെ പറയാനുള്ളത് പറയാണ്ടിരിക്കാൻ പറ്റൂ. അവൻ ശത്രു ആയാലും ഒരു കാര്യം അംഗീകരിച്ചേ ഒക്കൂ. ബുദ്ധിയിലും ശക്തിയിലും അവൻ അനന്തനെ കവച്ചു വെക്കും. ചേക്കുടി മൂത്തതിനോടും ഇളയതിനോടും വർക്കിച്ചേട്ടനോടും പല പ്രാവശ്യം പറഞ്ഞില്ലേ ആ പലിശക്കാരൻ പണിക്കരെ നമ്പരുതെന്ന്. പണിക്കരെ നമ്പിനാൽ നമ്പിനവൻ ഉജ്ജ്വലമായിരുന്നു പ്രകടനം. പിന്നെ ഫോൺ എന്താ പ്രശ്നം? ക്യാബിനിലുണ്ട്. ഞാനും കൂടി വരാം. ആ ആന്റണി കൊടുത്ത കേസിന് കോടതിയിൽ നിന്ന് കമ്മീഷൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥലത്തുള്ള ആന്റണിയുടെ ഫാക്ടറി പരിശോധിച്ച് ശരിയാണോന്ന് അറിയാൻ. പുലിവാലാകുമല്ലോ. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ കെട്ടിടം എന്നാ കോടതി പറഞ്ഞിരിക്കുന്നത്. അവരൊന്ന് നോക്കുമ്പോ ഇന്നലെയും കൂടി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫാക്ടറി ആണെന്ന് കാണുമല്ലോ. ആ വർക്ക് എവിടെ? അയാൾ എന്ത് ചെയ്യാനാ? അച്ചായനെ സമ്മതമാണെങ്കിൽ ഞാൻ വഴി ഉണ്ടാക്കാം. ഇത് പ്രശ്നമാകുമേ. അല്ല അവിടെ പ്രശ്നമാകും. ആ മനസ്സിലായി. അവൻ ഇന്നലെ പോയി ബാംഗ്ലൂർക്ക്. നാളെ രാവിലെ വരും. വരുമ്പോ പറഞ്ഞാൽ മതിയല്ലോ. പച്ചക്കട്ടെ. ഓ ആരാച്ചത്? ആ DYSP പവിത്രനാ. എന്താ ആന്റണി? ആ ചേക്കുടിക്കാരുടെ ആളെല്ലാം ചേർന്ന് എന്റെ ഫാക്ടറി ആകെ തല്ലിപ്പൊളിക്കുകയാണ്. നീ വാ. രാവിലെ ഈ കമ്പനിയുടെ ഒരു പൊടി പോലും കാണാൻ ആന്റണി അടിച്ചു പൊളിക്കണം. ഓടിക്കോ, രക്ഷയില്ല. ബാക്കി നാളെ പൊളിക്കാം. കമ്പനി തന്നെ പൊളിക്കുന്നേ. നായിന് മക്കളെ കൊന്നുകളല്ലേ. എന്റെ പൊന്നനന്തേട്ടൻ എന്നെ ഒന്നും ചെയ്യരുത്. ഞാനിതൊന്നും അറിഞ്ഞതല്ലേ. കിടക്കണ പുറത്ത്. ഇതിന് മുമ്പൊരിക്കൽ ഞാനിവിടെ വന്നിരുന്നു ആന്റണിയുടെ പ്രശ്നത്തിന് വേണ്ടി. അന്ന് നീ എന്നെ ജയിലിലാക്കി. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അതേ പ്രശ്നത്തിന്റെ പേര്. നിന്റെയൊക്കെ സാമർഥ്യം കൊണ്ട് അനന്തനെ 3-4 മാസം ജയിലിൽ കിടത്തിയെന്ന് കരുതി ആരും ഞെളിയണ്ട. നിങ്ങളൊക്കെ ചെയ്തതിന് പകരം ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ നിനക്കൊന്നും ഇത് താങ്ങാനാവില്ല. എനിക്ക് ആരോടും പ്രതികാരമില്ല. കാരണം ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുള്ളവനാണ്. അതിൻ്റെയൊക്കെ ഫലമാണിതെന്ന് സ്വയം സമാധാനിച്ചോളൂ. പക്ഷേ എന്റെ ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട്. ആന്റണിയുടെ കമ്പനിക്കെതിരെ നീങ്ങാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അനന്തന്റെ മറ്റൊരു മുഖം നിങ്ങൾക്ക് കാണേണ്ടി വരും.
നീയൊക്കെ വഞ്ചിച്ചും ചതച്ചും കൊന്നും വാരിക്കൂട്ടിയ പണത്തിന്റെ ഒക്കെ കണക്ക് എനിക്ക് പലരോടും പറയേണ്ടി വരും. പിന്നെ പണിയുന്ന മണിമാളികയുടെ ചന്തം ജയിലിൽ കിടന്ന് ആസ്വദിക്കേണ്ടി വരും. എടാ, നെറികേട് നിന്റെയൊക്കെ മാത്രം തറവാട്ട് വകയല്ല. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് പറയാണ്, ഇനിമേൽ എന്റെയോ എന്റെ കുടുംബത്തിന്റെയോ എന്റെ ആശ്രിതരുടെയോ കാര്യങ്ങളിൽ ഇടപെട്ടാൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഓർത്തോ? അപ്പോഴേക്കും അയാൾ ഇവിടെ എന്തായാലോ എന്ത് പറയാനാ, ഞങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് സാധനങ്ങൾ ഒഴിച്ചു തുടങ്ങിയതാ. അപ്പോഴാ അലറിക്കൊണ്ട് അനന്തേട്ടന്റെ വരവ്, അല്ല അനന്തന്റെ വരവ്. പിന്നെ നോക്കുമ്പോ നമ്മുടെ കൂട്ടത്തിൽ ഒറ്റ അവന്മാരില്ല. എവിടെ പോയി എങ്ങനെ പോയി എന്ന് ആർക്കറിയാം. അയാൾ എന്റെ നേർക്കൊന്ന് ആഞ്ഞതാ. ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് ഓടിപ്പോന്നു. അല്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞോണ്ട് ചോദിക്കുക, എന്തിനാ എല്ലാവരും അനന്തൻ എന്ന പേര് കേട്ടാ ഗിടീട വിറയ്ക്കുന്നത്? എവനാരായി അനന്തൻ? ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യണമെന്ന് അന്ന് പറഞ്ഞതാ. അന്നേരം തന്നെ സമ്മതിച്ചില്ല. തയ്യാറായിച്ചോ കമ്പി എണ്ണാൻ? ഒരു ഹോട്ടലും ചെറിയ കുഞ്ഞെ എന്താ ഇത്? വേണ്ട, ചെറിയ കുഞ്ഞെ. അയ്യോ, തകർത്തല്ലോ ജില്ലിമേട. എന്തായി കാണിക്കുന്നത്? ഇനി എന്തിനാ ഇത്? അവൻ ജീവിച്ചിരിക്കുന്ന നടക്കാൻ പോകുന്നില്ല ഹോട്ടലും ഷോപ്പിംഗ് കോംപ്ലക്സ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ജയിലിൽ നിന്ന് ഇറങ്ങി അനന്തന്റെ വീര്യം കൂടുവന്ന്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലേ നിങ്ങളുടെ ആഫീസ് പൂട്ടും. എടാ ബാവ, നീ പോയാ സുലൈമാനെ വിളിച്ചിട്ട് വാ. സുലൈമാനെയോ? എന്തിനാ? അതൊക്കെ ഉണ്ട്, നീ പോയി വിളിച്ചിട്ട് വാ. സുലൈമാനോ, എന്താടാ ഈ രാത്രിയിലെ? എന്ത് പറ്റിയടാ എനിക്ക്? അതെന്താ, റിവോൾവറോ? ഓഹോ, എന്നെ കൊല്ലാൻ വന്നതായിരിക്കും. കൊള്ളാം, നന്നായിരിക്കുന്നു. ഞാൻ പഠിപ്പിച്ചെന്ന വിദ്യയല്ലേ? കേക്കുടിക്കാരുമായിട്ട് എന്താടാ ടേംസ്? എന്തായാലും നീ നഷ്ടപ്പെടണ്ട. വയ്ക്കടാ ഇവിടെ. വയ്ക്കടാ ഇവിടെ. വയ്ക്കാൻ. എന്താടാ കൈ വിറയ്ക്കുന്നു? വയ്ക്കടാ ഇവിടെ. മോനെ, അച്ഛൻ
എവിടെ അവന്മാരെ? അവരാരും വിടില്ല. ബാവേ ആ ഫ്രിഡ്ജിൽ 2 സോഡ എടുത്തേ. ആ സുലൈമാനെ വിശ്വസിക്കാവോ? അനന്തനെ കണ്ടപ്പോ അവന്റെ കൈ പറിച്ചതാ. എന്റെ അച്ഛനെ വെടിവെച്ചു കൊന്നവനെ തൊടാനുള്ള ചങ്കുറപ്പ് തനിക്കില്ല. അത് ചോദിക്കാൻ വന്ന എന്നെ. നിന്റെ അച്ഛനെ കൊന്നവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കില്ല. ഇവന് രക്ഷപ്പെട്ടു എന്ന് കരുതി ആശ്വസിക്കുന്നടാ. നിന്റെ ദിവസങ്ങൾ എണ്ണി വെച്ചോ. എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയതേ ഞാൻ ചെയ്തുള്ളൂ. അതിനെന്ത് ശിക്ഷ കിട്ടിയാലും എനിക്ക് ദുഃഖമില്ല, കുറ്റബോധമില്ല. എന്നോട് ക്ഷമിക്കണം. എല്ലാം ഉപേക്ഷിച്ച് എന്നെ വിശ്വസിച്ച് ഇറങ്ങിപ്പോന്നവളാണ്. എന്നിട്ട് ആരോരുമില്ലാത്തവരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. തിരിച്ചു വരാൻ വിധിയുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം.
കെട്ടിയിട്ടിരിക്കുന്ന ഒരാൾ ഈ ഷിപ്പിന്റെ ക്യാപ്റ്റനാണ്, മറ്റേയാൾ ഫസ്റ്റ് എഞ്ചിനീയർ. തോക്കുമായി നിൽക്കുന്ന രണ്ടുപേർ ഈ ഷിപ്പിലെ ജോലിക്കാരുമാണ്. അവർക്ക് എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട്. ഷിപ്പിന്റെ ഉടമസ്ഥൻ ഒന്നിനും വഴങ്ങുന്നില്ല. സംഭവം ഈ പോർട്ടിൽ വെച്ചായതുകൊണ്ട് നമുക്ക് തലവേദനയായി. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരാണെങ്കിൽ ആരെയും അടുക്കാനും സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യൂടോ? ഹലോ, keep it there. Taste it. Take the other one. Take the chicken also. സാർ ഇത് കണ്ടില്ലേ? പത്രത്തിൽ പടം വരണം എന്നൊക്കെ ഒരു കാലത്ത് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇന്നില്ല സാർ. പക്ഷെ വല്ലവരും ജോലി ചെയ്തതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള അമ്മായിയപ്പന്റെ മരുമകന്റെ ആഗ്രഹം അത് കുറച്ച് കടന്നുപോയി. അതെ സാർ, IG കൂടി അറിയാതെ ഇങ്ങനെ ഒരു ന്യൂസ് ഇതിൽ വരില്ല. പോട്ടെ ഇമ്രാൻ, പൊന്നിൻ കുടത്തിന് എന്തിനാടോ പൊട്ട്? വേണ്ട വേണ്ട, ഇങ്ങനെ പറഞ്ഞ് സാറിനെ സൂചിപ്പിക്കുകയൊന്നും വേണ്ട. ഇമ്രാൻ. എന്താ സാർ? എന്താ സാർ? ഒന്നുമില്ല ഇമ്രാൻ. താൻ എന്ത് പറയുന്നു? പുറപ്പെടാം. തുറന്നു പറയുന്നതിൽ പരിഭവം തോന്നരുത് സാർ. എനിക്ക് പറ്റില്ല. ഒരിക്കലെല്ലാം വേണ്ടെന്ന് വെച്ചാൽ വീണ്ടും തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇമ്രാൻ എന്തായി പറയുന്നത്? സർവീസിലുണ്ടായിരുന്നപ്പോൾ ഇത്തരം ഒരു അവസരത്തിൽ ഇമ്രാൻ എന്ന് മുഴുവൻ വിളിക്കണ്ട. അതിനു മുമ്പേ താൻ ഓടിയെത്തുമായിരുന്നു. ആ എൻതൂസിയാസം, എനർജി ഇവയൊക്കെ ഇപ്പോഴും തനിക്കുണ്ടെന്ന് ഞാൻ കരുതി. അങ്ങനെ ഓടി വന്നതിന്റെ ഫലമൊക്കെ എനിക്ക് കിട്ടി സാർ. ഇനി അങ്ങനെ ഓടാൻ എനിക്ക് പ്രയാസമുണ്ട്. ആ, എനിക്കൊരു തെറ്റുപറ്റി. തന്നെ കുറിച്ചുള്ള എന്റെ ഓവർ കോൺഫിഡൻസ് അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഇമ്രാൻ എന്ന് വളരെ വലുതായി പോയി. സ്വന്തം വീട്, കാറ്, ജീപ്പ്, ബിസിനസ്. 15 പേരുടെ ജീവനും ഒരു ബിസിനസ്മാനും തമ്മിൽ എന്ത് ബന്ധമിരിക്കുന്നു അല്ലേ? ഈ സുഖവും സൗകര്യവും ഒക്കെ ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് സാർ. അല്ലാതെ കട്ടും കൈക്കൂലിയും വാങ്ങി ഉണ്ടാക്കിയതല്ല. സാറിന് നന്നായിട്ട് അറിയാമല്ലോ. ആലിപ്പട്ടി, ഇമ്രാൻ പട്ടി, ഡിപ്പാർട്ട്മെന്റിലെ പട്ടികൾക്കൊക്കെ എന്റെ പേരിട്ടു. അന്നൊക്കെ ആട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് സാറിനെ സമാധാനിപ്പിച്ചു. അവസാനം എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ സാറിന് എന്നെ സഹായിക്കാൻ സാധിച്ചോ? നാണവും മാനവും ഉള്ളതുകൊണ്ട് റിസൈൻ ചെയ്തു. തൊഴിൽ അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എനിക്ക് തന്നോട് അസൂയ? ഐ എം സോറി സാർ. ഞാനൊന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മനസ്സിൽ കുറെ നാളായി കെട്ടിക്കിടക്കുന്ന വിഷമം ആരോടെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇമ്രാൻ, ഞാൻ തന്നെ വിളിക്കാൻ വന്നത് പൊന്നാട ചാർത്താനോ സ്വീകരണം തരാനോ ഒന്നുമല്ല. വളരെ റിസ്ക് ഉള്ള ഒരു കാര്യത്തിനാണ്.
റിസ്ക് കൂടുമ്പോൾ കോസ്റ്റ് കൂടും. താൻ ഇന്ന് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനല്ല. തന്റെ ടേംസ് തനിക്ക് സംസാരിക്കാം. നോ സർ, ഒരിക്കലും ഞാൻ അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല. സർവീസിൽ ഉണ്ടായിരുന്നപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനമായിരുന്നു ഇമ്രാൻ. അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ കമാൻഡോ ട്രെയിനിങ്ങിന് തന്നെ അയച്ചത്. എന്ന് വെച്ച് തന്റെ സേവനം മിസ്യൂസ് ചെയ്യാനൊന്നും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. എന്ത് വേണമെങ്കിലും തനിക്ക് ചോദിക്കാം. സാർ എന്താ വീണ്ടും ഇങ്ങനെ പറയുന്നത്? എന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സാറിനോട് ഇത്ര നേരം സംസാരിക്കില്ലായിരുന്നു. എന്റെ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞല്ലോ, ഇവളുടെ വിവാഹ കാര്യം. 2 ദിവസമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഇറങ്ങി പുറപ്പെട്ടാൽ അതെന്ന് തീരുമെന്ന് പറയാൻ പറ്റില്ല. തീരാതെ എനിക്ക് തിരിച്ചു വരാനും പറ്റില്ല. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യും സാർ? സാറ് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ ഇക്കായി നിർബന്ധിക്കില്ലായിരുന്നു. നീ ഇതെന്താ പറയുന്നത് മോളെ? ഞാൻ എങ്ങനെ പോകും? നിന്നെ നിക്കാഹാര നടത്തും? അത് സാരമില്ല, ഇക്ക പോണം, അവരെ രക്ഷിക്കണം. നിക്കാഹിനെ പറ്റി വിഷമിക്കണ്ട. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് നടന്നോളൂ. മോളെ, നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. അവിടെ പോയാൽ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ല. ഒരു പക്ഷേ ഞാൻ അരുതാത്തത് പറയരുത്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇക്ക പോണം. സാറ് പൊയ്ക്കൊള്ളൂ. അപ്പൊ ഇമ്രാൻ? ഞാൻ എത്തിക്കൊള്ളാം. യെസ്. ഗുഡ് മോർണിംഗ്. മേനോ സാറല്ലേ? ഐ ജി അദ്ദേഹത്തെ കൊണ്ട് ഗസ്റ്റ് ഹൗസിലേക്ക് പോയിരിക്കുക. DYSP അദ്ദേഹം അകത്തുണ്ടോ? ഉണ്ട് സാർ. ഗുഡ് മോർണിംഗ് സർ. സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. I am Ali Imran. വെരി ഗുഡ്. ആ, ഇതാണ് നല്ല ഒന്നാം തരം പോലീസ് പട്ടി. വാ വാ വാ. Come on. Come here. Stay, 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 stay. ആ, എന്താ പിന്നെ ഇവർക്ക് പേരിട്ടിരിക്കുന്നത്? പേരൊന്നും ഇട്ടില്ല സാർ. ആ, ഒരു നല്ല പേരുണ്ട്. ഒരു വലിയ ട്രെയിനർ ഉണ്ടായിരുന്നു, അലി ഇമ്രാൻ എന്നായിരുന്നു വേണ്ട പേര്. അലി ഇമ്രാനോ? അങ്ങനെ ഒരു ട്രെയിനർ ഉണ്ടായിരുന്നോ? തനിക്കറിയില്ലേ? ഇത് അലിപ്പട്ടി, ഇത് ഇമ്രാൻ പട്ടി. എടാ അലിപ്പട്ടി, അലിപ്പട്ടി, എടാ ഇമ്രാൻ പട്ടി. ഓ, ഈ അലി ഇമ്രാന് വട്ടൊന്നും പിടിക്കില്ലല്ലോ, ഇഞ്ചക്ഷൻ എടുത്തല്ലേ? അതെ സാർ. എടാ അലി ഇമ്രാനെ വട്ടെങ്ങാനും പിടിച്ച് ബഹളം ഉണ്ടാക്കിയാലുണ്ടല്ലോ, ഷൂട്ട് ചെയ്ത് കളയാൻ. ആലിപ്പട്ടി, ഇമ്രാൻ പട്ടി. സാർ, മേനോൻ സാർ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഇരിക്കും. കാര്യത്തിന്റെ സീരിയസ്നെസിനെ കുറിച്ചെല്ലാം മിസ്റ്റർ ഇമ്രാൻ മനസ്സിലായി കാണുമല്ലോ. സർ, ആസൂത്രിതമായ ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ആദ്യം ആ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടാകണം. കൂടാതെ ശത്രുക്കളുടെ എണ്ണം, അവരുടെ മെത്തേഡ് ഓഫ് സെക്യൂരിറ്റി, അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ. അൺഫോർച്ചുനേറ്റ്ലി അതിനെക്കുറിച്ചൊരു വിവരവും ഇപ്പോൾ നമ്മുടെ പക്കലില്ല. ഇനി അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാമെന്ന് വെക്കുക. അവർ സാറിനോട് പറഞ്ഞ 24 മണിക്കൂർ അൾട്ടിമേറ്റം ഇന്ന് തീരും. നമുക്കാവശ്യം സമയമാണ്. അതിനെന്താ വഴി? ദാറ്റ്സ് അവർ ഫസ്റ്റ് പ്രോബ്ലം. ഇനി സമയമൊന്നും നീട്ടിക്കിട്ടാൻ പോകുന്നില്ല. സമയം നീട്ടിക്കൊണ്ടുപോയാൽ മരണം പിന്നെയും സംഭവിക്കും. അത് ഒഴിവാക്കിയേ പറ്റും.
ഇമ്രാന്റെ ഈ ഓപ്പറേഷന് എത്ര ദിവസം വേണ്ടി വരും? സ്ഥലത്തെക്കുറിച്ചും അവരുടെ സെക്യൂരിറ്റിയെ കുറിച്ചും വ്യക്തമായി അറിയാതെ അത് പറയാൻ പറ്റില്ല സാർ. അതൊക്കെ ആലോചിച്ച് വരുമ്പോഴേക്കും പിന്നെ ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഓരോരുത്തരെയായി ഇനി അവർ സാറിനെ എപ്പോൾ കോണ്ടാക്ട് ചെയ്യും? എപ്പോൾ വേണമെങ്കിലും ആവാം. സാർ വിചാരിച്ചാൽ സമയം നീട്ടിക്കിട്ടില്ലേ? തോന്നുന്നില്ല. പിന്നെ സമയം നീട്ടിക്കിട്ടാൻ നമ്മൾ ഉണ്ടാക്കി പറയുന്ന കാരണങ്ങൾ അവർ വിശ്വസിക്കണമെന്നില്ലല്ലോ. നമ്മൾ പറഞ്ഞാലല്ലേ അവർ വിശ്വസിക്കാതിരിക്കുള്ളൂ. അറസ്റ്റ് ചെയ്ത ചാൾസിന്റെ ആൾക്കാരുടെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം. എല്ലാം ഇതിലുണ്ട്. ഇവരിപ്പോൾ എവിടെ ഉണ്ട്? ഇവിടുത്തെ സബ് ജയിൽ. എനിക്കിവരെ ഒന്ന് കാണണം, ഉടൻ വേണം. ഐ വിൽ മേക്ക് ദി അറേഞ്ച്മെന്റ്സ്. യെസ് സർ. സാറിന് വേറെ ജോലിയൊന്നുമില്ലേ? ഇതിന്റെ പേര് കമാൻഡോ ഓപ്പറേഷൻ അല്ല, വട്ട് ഓപ്പറേഷൻ എന്നാ. കുറച്ചു ദിവസമായി ജയിലിൽ കിടക്കുന്ന അവരെ കണ്ടിട്ട് എന്താ കാര്യം സാർ? അവർക്ക് ഈ ഹൈജാക്കിനെ കുറിച്ച് ABC അറിയാൻ പാടില്ല. സാർ, നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. ഇനി ഇമ്രാൻ ആരായിരുന്നാലും ശരി, ഒരിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തുപോയ ആളാണ്. അയാളെ വീണ്ടും സേവനത്തിന് വിളിക്കുക, ഒരു ജൂനിയർ ഓഫീസറായിരുന്ന അയാളുടെ ആജ്ഞകളെ മറ്റ് സീനിയേഴ്സ് അനുസരിക്കുക. യെസ്, ഐ വിൽ കീപ് മൈ മൗത്ത് ഷട്ട്. പക്ഷെ ഒരു കാര്യം, പട്ടികളെ ഒരുപാടൊന്നും വിശ്വസിക്കരുത്. യു മേ ഗോ. സാർ, എന്നോട് വിരോധം തോന്നിയാലും വേണ്ടില്ല. സാറിന് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരുത്തനെ മരുമോനായിട്ട്? ആരാ ഈ ചാൾസ്? ചാൾസ് ആരാണെന്ന്? ചാൾസ് ആരാണെന്ന്? ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? അതുപോലെ പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം. നിന്നെ മാപ്പ് സാക്ഷിയാക്കി വെറുതെ വിടും. ചാൾസിന്റെ ഫോൺ വരുമ്പോൾ സാറ് തന്നെ സംസാരിച്ചു തുടങ്ങുക, കാര്യങ്ങൾ പറയുക. ആവശ്യമാണെങ്കിൽ മാത്രം റഷീദിനെ ഉപയോഗിച്ചാൽ മതി. സാർ, ചാൾസിന്റെ ഫോൺ വന്നിട്ടുണ്ട്. ഹലോ ചാൾസ്, ഞാൻ മേനോൻ. മനസ്സിലായി. എന്ത് തീരുമാനിച്ചു? ചാൾസ്, ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കണം. ഗവൺമെന്റ് ഭാഗത്ത് ചില അനക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തടവുകാരുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളായിട്ടുണ്ട്. പ്രോബ്ലം പൈസയാ. ഇത്രയും വലിയ തുകയ്ക്കുള്ള ഡോളറും ഗോൾഡും ആവുമ്പോ ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ റിസർവ് ബാങ്ക് ഗവർണർ വഴങ്ങുന്നില്ല. PM-ഉം യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്ററും സ്ഥലത്തില്ലാന്ന് ചാൾസിന് അറിയാമല്ലോ. അവർ വന്നാലേ എന്തെങ്കിലും നടക്കൂ എന്ന വാശിയിലാണ് ഗവർണർ. അതിന് ഞാനെന്ത് വേണം? ഗവർണറോട് സംസാരിക്കണം. ചാൾസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. എനിക്ക് കുറച്ചുകൂടി സമയം വേണം. സമയമോ? നടക്കില്ല. അതിനെക്കുറിച്ചാണെങ്കിൽ ഇനി സംസാരിക്കണ്ട. നിങ്ങളുടെ റഷീദ് ഇവിടെ ഉണ്ട്. റഷീദ് അവിടെ ഉണ്ടോ? എനിക്കറിയാം നിങ്ങൾ വിശ്വസിക്കില്ലെന്ന്. ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് റഷീദിന് അറിയാം. നിങ്ങൾ അയാളുമായി ഒന്ന് സംസാരിക്കണം. ആ ശരി, എന്നാ കൊടുക്ക. ഞാനാ ചാൾസ്, റഷീദ്. എന്റെ മുമ്പിൽ വെച്ച അവർ ബോംബെയിൽ ഗവർണറുമായി സംസാരിച്ചത്. DIG സാർ പറഞ്ഞതൊക്കെ സത്യമാണ്. റഷീദ്, നീ പറഞ്ഞൊക്കെ സത്യമാണോ? തുറന്നു പറഞ്ഞു, മടിക്കണ്ട. നിന്നെ അവർ ഒരു ചുക്കം ചെയ്യില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഫോൺ മേനോൻ സാറിനെ ഏൽപ്പിക്ക. മേനോൻ സാറേ, റഷീദ് പറഞ്ഞത് ഞാൻ കേട്ടു, പക്ഷേ വിശ്വസിച്ചിട്ടില്ല. സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവനെ പോലെ 10 പേരെ കൊണ്ട് ഇതിലും ഭംഗിയായി കള്ളം പറയിപ്പിക്കും. മിസ്റ്റർ മേനോൻ, റഷീദിന് ഇംഗ്ലീഷിന്റെ ഒരു പൊടി പോലും മനസ്സിലാവില്ല. പിന്നെ എങ്ങനെയാണോ ബോംബെയിൽ റിസർവ് ബാങ്ക് ഗവർണറുമായി നിങ്ങൾ സംസാരിച്ചത് അവൻ മനസ്സിലാക്കുന്നത്? മിസ്റ്റർ മേനോൻ, ഞാൻ അവസാനമായി പറയുകയാണ്,
ഇനി സമയം നീട്ടുന്ന പ്രശ്നമില്ല. ഇന്ന് രാത്രി 10 മണി വരെ 1 മിനിറ്റ് പോലും കൂടുതൽ പ്രതീക്ഷിക്കണ്ട. അതിനുള്ളിൽ നടന്നില്ലെങ്കിൽ നാളെ രാത്രി 12 മണിക്ക് മുൻപ് ഇതിനൊരു അവസാനം കണ്ടെത്തിയിരിക്കും സാർ. ഞാൻ ഉറപ്പു തരുന്നു, ആ സമയത്തിനുള്ളിൽ തടവുകാരെ മോചിപ്പിച്ചിരിക്കും. എപ്പോൾ, എങ്ങനെ എന്നൊന്നും സാർ ഇപ്പോൾ ചോദിക്കരുത്. നടക്കുന്ന കാര്യമാണോ ഇമ്രാൻ? അസാധ്യമായ ഒരു കാര്യം നടക്കുമെന്ന് പറഞ്ഞ് സാറിനെ സമാധാനിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. അതല്ല ഇമ്രാൻ, എവിടുന്ന് തുടങ്ങണം, എങ്ങനെ വേണമെന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ നമ്മളിപ്പോൾ? സാർ ധൈര്യമായിട്ടിരിക്കണം. എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് കിട്ടാതിരിക്കില്ല. പിന്നെ ഇതൊക്കെ നമ്മളാണോ ചെയ്യുന്നത് സാർ? യെസ് സാർ, ചാൾസിന്റെ ഫോൺ ഉണ്ടായിരുന്നു. ഒരു ഡോക്ടറെ അത്യാവശ്യമായി വേണമെന്ന്. 2 മണിക്ക് സ്പോട്ടിൽ വെയിറ്റ് ചെയ്യും. സ്പോട്ട് സാറിന് അറിയാമെന്ന് പറഞ്ഞു. ആർക്കാ അസുഖം എന്ന് പറഞ്ഞു? ഇല്ല സാർ. ആരാ ഫോൺ അറ്റൻഡ് ചെയ്തത്? CI ആണ്. ഞാൻ പറഞ്ഞില്ലേ സാർ, നമുക്കൊരു ഓപ്പണിംഗ് കിട്ടാതിരിക്കില്ലെന്ന്. ദിസ് ഈസ് അവർ ചാൻസ്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. ഡോക്ടർ വലിയൊരു റിസ്ക് ആണ് എടുക്കാൻ പോകുന്നത്. ബി കെയർഫുൾ. അസുഖം ആർക്കായാലും യു ഡു യുവർ ഡ്യൂട്ടി. അത് പിന്നെ പറയണോ? മേനൻ, ഡോക്ടർ തിരിച്ചു വരുന്നവരെ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. കമോൺ ഡോക്ടർ, കമോൺ.
ഇതാ പാലസിന്റെ വിവിധ ആംഗിളുകളിലുള്ള ഫോട്ടോസാണ്. പാലസിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി മേനോൻ സാർ പറഞ്ഞതിലും വളരെ ശക്തമാണ്. അതുകൊണ്ട് നേരിട്ടുള്ള ഒരു സമീപനം നമുക്ക് സാധ്യമല്ല. ഈ പാലസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും സാറിന് അറിയാമോ? ഇവിടുന്ന് കുറച്ച് അകലെയുള്ള ഒരു കോവിലകം വകയാണ് ഇപ്പോഴും ആ പാലസ്. ഒരു കേസ് സംബന്ധമായി ഒരിക്കൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അന്ന് അവിടെ പ്രായം ചെന്നൊരു തമ്പുരാനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഞങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നത്. തമ്പുരാനെ കാണാൻ വന്നതാ. ഓ, ഇരിക്കുക. താൻ ഇൻസ്പെക്ടർ അല്ലേ? 2 വർഷം മുമ്പ് ഞാൻ സ്റ്റേഷനിൽ വന്നിരുന്നു. കൊട്ടാരത്തിലെ ഒരു കളവ് കേസിന്റെ കാര്യത്തില് അന്ന് താനായിരുന്നു ഇൻസ്പെക്ടർ. അല്ല, ഓർമ്മയുണ്ടാവില്ല. ഇപ്പൊ ഓർക്കുന്നു. ഇപ്പൊ എന്താ വിശേഷിച്ച്? അങ്ങയുടെ കോവിലകം വക ഒരു പഴയ കൊട്ടാരമില്ലേ കാട്ടിനുള്ളിൽ? അതിനെ കുറിച്ച് അറിയാമെന്നാ. എന്താ കാര്യം? വളരെ രഹസ്യമാണ്. കൃഷ്ണ. ഓ, കുറച്ച് VIPസിനെ ചില ടെററിസ്റ്റുകൾ ചേർന്ന്, അല്ലത് കുറച്ച് വലിയ ആൾക്കാരെ ചില കള്ളന്മാർ ചേർന്ന് റാഞ്ചി ആ കൊട്ടാരത്തിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. അവരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ആ കൊട്ടാരത്തിനുള്ളിലേക്ക് കടക്കാൻ എന്തെങ്കിലും രഹസ്യ മാർഗങ്ങളുണ്ടെങ്കിൽ അതറിയണം. അതിനാണ് ഞാൻ വന്നത്. ഇതിലെന്താ രഹസ്യം? സംഭവം ഞാൻ ഇന്നലെ അറിഞ്ഞിരിക്കണു. കേന്ദ്രമന്ത്രി ഭരതമ്മേന്റെയും കൂട്ടരല്ലേ? അല്ല, അവിടത്തെ സൂക്ഷിപ്പുകാരൻ രാമൻ ഇന്നലെ ഇവിടെ വരേണ്ടതാ ചെലവ് കാശ് വാങ്ങാൻ. ഇപ്പൊ എനിക്കൊരു സംശയം. അവനെയും അവര് തനിക്ക് പാലസിനെ കുറിച്ച് അറിയണം അല്ലേ? ആ പാലസ് നിൽക്കുന്നത് 240 ഏക്കറില. വലിയൊരു കെട്ടിടം, കൂടാതെ 3-4 എണ്ണവും. ജോലിക്കാർക്ക് താമസിക്കാൻ വേറെയും. 2 കുളമുണ്ട്, 3 കിണറുമുണ്ട്. ചുറ്റുമതിലിനോട് ചേർന്ന് 6 അടി വീതി 10 അടി താഴ്ചയിൽ ഒരു കിടങ്ങുണ്ട്, ആന കയറാതിരിക്കാൻ. ഒരു മുല്ലപ്പന്തലും മണിമാളികയും ഉണ്ട്. ഇത്രയും പുറത്തെ വിശേഷം. അകത്ത് ചെറുതും വലുതുമായി 28 മുറികളാണുള്ളത്. വലിയ കെട്ടിടത്തിന്റെ തെക്ക് വശത്ത് 3 നില, ഭൂമിക്കടിയിലുള്ളതും ചേർത്ത് 4 നിലകൾ. ഇത്രയും അകത്തെ വിശേഷം. ഈ പാലസിനകത്തേക്ക് കടക്കാൻ ഏതൊക്കെ മാർഗങ്ങളാണുള്ളത്? നേരായ വഴി ഒരു ടാറിട്ട് റോഡാ. അത് മുറ്റം വരെ ചെല്ലും. പക്ഷേ നേരായ വഴി പോയാൽ തന്റെ കാര്യം നടക്കുവോ? മെയിൻ റോഡിലൂടെ നേരെ ചെന്നാൽ പാലസിന് 200 വാര അകലെ വലത്തോട്ടൊരു വഴിയുണ്ട്. അതിലേ പോയാൽ പാലസിന്റെ വടക്ക് ഭാഗത്തെത്താം. അല്പം കൂടി തെക്കോട്ട് നടക്കുക, പാലസിനകത്തെ കാട്ടിക്കൂട്ടും. സൂക്ഷിച്ച് താഴോട്ട് ഇറങ്ങുക. ഇടത്തോട്ട് തിരിഞ്ഞാൽ തുരങ്കത്തിലേക്കുള്ള വഴി കാണും.
എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്നെ രക്ഷിക്കണം, എന്നെ പോവാൻ അനുവദിക്കണം, എനിക്ക് എന്റെ ഭാര്യയെ കാണണം, എന്നെ വിടണം പ്ലീസ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? പണമാണെങ്കിൽ എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാം. പ്രസവം അടുത്തിരിക്കുന്ന എന്റെ ഭാര്യയെ കാണാനാണ് ഞാൻ പോകുന്നത്. ഞാനൊരു ബ്രാഹ്മണനാണ്, കള്ളം പറയില്ല, എന്നെ വിശ്വസിക്കൂ. വൈശാഖൻ പൊയ്ക്കോളൂ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ചാൾസ്. യെസ്. വെൽക്കം വൈശാഖൻ. പോകരുതേ പോകരുതേ എന്ന് എത്ര പ്രാവശ്യം കാല് പിടിച്ച് പറഞ്ഞതാണ്. ആ വിധി അല്ലാണ്ട് എന്തു പറയാനാ? ഒരു കണക്കിന് നന്നായി. ഇന്നോ നാളെയോ ഒന്ന് ചിന്തിച്ച് ചിന്തിച്ച് വേദനിക്കുന്നതിനേക്കാൾ നല്ലത്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നമുക്കൊരു രക്ഷയില്ലേ? 48 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ വരാത്ത രക്ഷ ഇനി എപ്പ വരാനാ?
മോൾ ഉറങ്ങിക്കോ. ഉറങ്ങിക്കോ. I am from police. My name is Imran. Ali Imran. ബാക്കിയുള്ളവരോടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. രാവിലെ ഇവിടെ ഒരു ചെറിയ വഴക്കുണ്ടായി. അതിനുശേഷം അവർ ആണുങ്ങളെ മുഴുവൻ മാറ്റി. നിങ്ങളെ രക്ഷിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അതിനുവേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നാളെ രാത്രി 8-നും 8:30-ക്കും ഇടയ്ക്ക് ഞങ്ങൾ ഓപ്പറേഷൻ ആരംഭിക്കും. അരമണിക്കൂറിനകം എല്ലാം തീരണം. എന്റെ ഇൻസ്ട്രക്ഷൻസ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ പുറത്തേക്ക് വരാവുള്ളൂ. പുറത്തെന്ത് ബഹളമോ ഒച്ചയോ കേട്ടാലും നിങ്ങൾ ആരും പേടിക്കരുത്. ഇതൊരു ഗാഡ്ജറ്റാണ്. ഇതിന്റെ മോണിറ്റർ എന്റെ പക്കലുണ്ട്. 1 കിലോമീറ്റർ വരെ ഇതിന്റെ സിഗ്നൽ എനിക്ക് കിട്ടും. ഇത് മിനിയുടെ കഴുത്തി കിടന്നാൽ ആരും സംശയിക്കില്ല. ഓൾ ദി ബെസ്റ്റ്. നാളെ രാത്രി 8-നും 8:30-ക്കും ഇടയ്ക്ക് നമുക്ക് മീറ്റ് ചെയ്യാം. ആരായാൾ? എന്താ പറഞ്ഞത്? പറയാം. ഹലോ, സമയം തീരാൻ 2 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. എന്ത് തീരുമാനിച്ചു? ഹലോ ചാൾസ്. എന്താ ഉത്തരം മുട്ടിയോ? അതോ പുതിയ നുണയൊന്നും സ്റ്റോക്കില്ലേ? അവരിൽ ഒരാളുടെ എണ്ണം കൂടി കുറഞ്ഞിരിക്കുന്നു. ഡെഡ് ബോഡി സ്പോട്ടിലുണ്ട്. അടുത്തത് നാളെ പ്രതീക്ഷിക്കാം. ഞാൻ വെളുപ്പിന് കൃത്യം 5 മണിക്ക് വിളിക്കും. അതിനുള്ളിൽ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇൻക്രെഡിബിൾ. ഞാൻ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. ഇപ്പോഴെങ്കിലും നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിൽ, പഠിച്ചില്ലെങ്കിൽ ഇനിയും ഇത് സംഭവിക്കും. ഒരു കേന്ദ്രമന്ത്രി അടക്കം 10-15 പേരുടെ ജീവനേക്കാൾ പ്രിയം ഒരു വമ്പന്റെ മെയ്മിടുക്കും അഭ്യാസവും കാണാൻ വേദിയൊരുക്കുക എന്നുള്ളതാണെങ്കിൽ, വെൽ, പിന്നെ എനിക്കൊന്നും പറയാനില്ല. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറുമല്ല. ഇമ്രാനെ വിളിച്ചു വരുത്തിയത് ഏകപക്ഷീയമായിട്ടല്ല, നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സോ വാട്ട്?
അയാളെ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. ട്രെയിനിങ്ങും അച്ചടക്കവുമുള്ള നമ്മുടെ ഫോഴ്സിന് സാധിക്കാത്തത് ഒരു ഒറ്റയാന് സാധിക്കുമെന്ന് കരുതിയത് തന്നെ അബദ്ധം, മഹാബദ്ധം. അതും സർവീസിൽ നിന്നും പിരിഞ്ഞുപോയ ഒരു ധിക്കാരി. Sir, I am supposed to be the head of the police force in the state. അത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എന്റെ അഭിപ്രായത്തെ മാനിക്കണം. ഇനി ഇത് നമ്മുടെ പരാജയമാണെങ്കിൽ പോലും ആ നിരപരാധികൾക്ക് വേണ്ടി ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ ചാൾസുമായി നെഗോഷിയേറ്റ് ചെയ്യുകയായിരിക്കും നല്ലത്. ഹോം സെക്രട്ടറി എന്ത് പറയുന്നു? ഇമ്രാൻ അവരെ രക്ഷപ്പെടുത്തുന്ന ഉറപ്പില്ലെങ്കിൽ മിസ്റ്റർ മാത്യൂസ് പറഞ്ഞ പോലെ മിസ്റ്റർ മേനോൻ എന്ത് പറയുന്നു? മാത്യു സാർ പറയുന്നതിൽ എന്തൊക്കെ ന്യായങ്ങൾ ഉണ്ടായിരുന്നാലും എനിക്കതിനോട് യോജിക്കാനാവില്ല. പിന്നെ നമ്മളൊരാളെ ഒരു ജോലി ഏൽപ്പിച്ചു, അയാൾ ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ കുപ്പായം ഇട്ടുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ മറ്റുള്ളവരെ കരുവാക്കുന്നത് ഇതുപോലൊരു സാഹചര്യത്തിലല്ല. ക്ഷമിക്കണം സർ, നിങ്ങൾ കുറെ നേരമായല്ലോ നിന്ന് പ്രസംഗിക്കുന്നു. ഈ കുപ്പായത്തിന്റെ വില നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയാം. എന്ത് സ്വാർത്ഥതയാണ് ഞാൻ കാണിച്ചത്? അതെ, മേനോൻ തന്നെ. കുറെ നേരമായി ഞാനിത് സഹിക്കുന്നു. എനിക്കെന്താ സ്വന്തം താല്പര്യം? എനിക്കത് അറിയണം. മിസ്റ്റർ മേനോൻ, താമ്പോടോ, നിങ്ങൾ പറയാം എനിക്കെന്താ സ്വന്തം താല്പര്യം. ഞാൻ പറയണം. പറയണം. മനസ്സില്ലെങ്കിൽ മനസ്സുണ്ടാവണം. മിസ്റ്റർ മേനോൻ, ഒരാളെ കുറിച്ച് ഇല്ലാത്ത ആരോപണം പറയുമ്പോ Will you stop it? I said stop it. മിസ്റ്റർ മാത്യൂസ് വരണം. വരണം. മിസ്റ്റർ മാത്യൂസ്, നാളെ പുലർച്ചെ 5 മണിക്ക് വിളിക്കുമെന്നല്ലേ ചാൾസ് പറഞ്ഞിരിക്കുന്നത്? അതെ സർ. മിസ്റ്റർ ഇമ്രാൻ ഇപ്പൊ എവിടെയുണ്ട്? പാലസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ആ പാലസുമായി ബന്ധപ്പെട്ട ഒരു തമ്പുരാനെ കാണാൻ പോകുന്നു എന്നാണ് അയാൾ എന്നെ അവസാനമായി കണ്ടപ്പോൾ പറഞ്ഞത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല സർ. പക്ഷെ അയാൾ നമ്മളുമായി ബന്ധപ്പെടും, എത്ര ലേറ്റ് ആയാലും. അയാൾ ബന്ധപ്പെടട്ടെ, ബന്ധപ്പെടാതിരിക്കട്ടെ. പുലർച്ചെ 5 മണി വരെ അയാൾക്ക് സമയമുണ്ട്. അതിനുള്ളിൽ അയാളുടെ ജോലി അയാൾ ഭംഗിയായി നിർവഹിക്കുകയാണെങ്കിൽ നല്ലത്. പക്ഷേ അതിനു മുമ്പ് അയാൾ നമ്മളെ ബോധ്യപ്പെടുത്തണം അയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഉച്ചയ്ക്ക് അയാൾ എന്നോട് പറഞ്ഞത് നാളെ രാത്രി 12 മണിക്ക് മുമ്പ് തടവുകാരെ മോചിപ്പിക്കാമെന്നാണ്. നോ, ദ ഡെഡ് ലൈൻ ഈസ് 5 o'clock മോർണിംഗ്, നോട്ട് എ മിനിറ്റ് മോർ. അതിനുള്ളിൽ അയാൾക്ക് അത് സാധിച്ചില്ലെങ്കിൽ അയാൾക്ക് പിൻവാങ്ങാം. ഇതാണ് എന്റെ തീരുമാനം. ഇതിനൊരു മാറ്റവുമില്ല. മിസ്റ്റർ മേനോൻ, ചാൾസുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ 5 മണിക്ക് വയർലെസ് റൂമിൽ ഞാൻ കാണും. ഐ വിൽ ഡീൽ ഇറ്റ്. സർ, ആ ഇരിക്കും. ഞാൻ സാറിനെ ഓഫീസിൽ തിരക്കി ഗസ്റ്റ് ഹൗസിൽ അന്വേഷിച്ചു. അവിടെ ഞാൻ കണ്ടില്ല. അതാ ഇങ്ങോട്ട് വന്നത്. എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. ഞാൻ പാലസിനകത്ത് കയറി അവരെ കണ്ടു. നാളെ രാത്രി 8-നും 8:30-ക്കും ഇടയ്ക്ക് അവരെ രക്ഷപ്പെടുത്താൻ എത്തുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അവർ തയ്യാറായിരിക്കും. സാറെന്താ ഒന്നും മിണ്ടാത്തത്? ചാൾസ് തന്ന അൾട്ടിമേറ്റം നാളെ രാവിലെ 5 മണി വരെയാണ്. അതിനുള്ളിൽ എന്തെങ്കിലും നടന്നില്ലെങ്കിൽ അയാളുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണം? ഒരാൾ കൂടി മരിച്ചു. നാളെ രാവിലെ 5 മണിക്കുള്ളിൽ എന്തെങ്കിലും നടന്നില്ലെങ്കിൽ ഇമ്രാൻ, ഒരു കൂട്ടക്കൊല ഒഴിവാക്കാനുള്ള ചുമതല ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ട് നോ സർ, നിങ്ങൾക്ക് തെറ്റുപറ്റി. റാം സിംഗിന്റെയും ബാലകൃഷ്ണന്റെയും ഇപ്പോൾ വൈശാഖിന്റെയും മരണം തങ്ങളുടെ ഭീകരത കൂട്ടാൻ വേണ്ടിയോ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയോ ചാൾസ് കരുതിക്കൂട്ടി ചെയ്തതല്ല. രാം സിംഗ് എതിർക്കാൻ ശ്രമിച്ചപ്പോഴും ബാലകൃഷ്ണനും വൈശാഖനും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴുമാണ് കൊല്ലപ്പെട്ടത്. വൈശാഖന്റെ മരണത്തിന് ഞാൻ ദൃക്സാക്ഷിയാണ്. ഇനി ഞാൻ പറയുന്നത് സാർ വിശ്വസിക്കണ്ട. അല്പം കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കും. രാത്രി 10 മണി വരെ അൾട്ടിമേറ്റം തന്ന ചാൾസ് 7 മണിക്ക് ഒരാളെ കൊല്ലുമോ? അതുകൊണ്ട് അയാളുടെ ഒരു ചാൻസ് കുറയുകയല്ലേ? സോ ഇറ്റ്സ് എവിഡന്റ് വൈശാഖന്റെ മരണത്തെ അയാൾ മുതലെടുത്തതാണ്. നിങ്ങൾ ആ ഭീഷണിക്ക് വഴങ്ങി. സാർ, ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ചാൾസ് ഒരു തീവ്രവാദിയൊന്നുമല്ല. ഹീസ് ജസ്റ്റ് എ ക്രിമിനൽ. അയാളുടെ ലക്ഷ്യം പണമാണ്. അതുകൊണ്ട് തന്നെ അയാൾ വെയിറ്റ് ചെയ്യും. രാവിലെ 5 മണിക്ക് ചാൾസ് വിളിക്കുമ്പോൾ അവനെ ഞാൻ ഡീൽ ചെയ്തോളാം. നടക്കില്ല ഇമ്രാൻ. അവരെല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്. ഞാൻ ശ്രമിച്ചു നോക്കി, നടന്നില്ല. നാളെ രാവിലെ 5 മണിക്ക് മുമ്പ് നിനക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ നല്ലത്.
പക്ഷെ നീ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തണം നീ അതിൽ വിജയിക്കുമെന്ന്. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിനക്ക് പിന്മാറാം. ആർക്കും പരാതി വിടാം. 48 മണിക്കൂറുകൾക്ക് മുമ്പ് നിങ്ങൾക്കിത് തോന്നിയില്ലല്ലോ? എന്റെ സഹോദരിയുടെ വിവാഹം പോലും ഉപേക്ഷിച്ചിട്ട് വന്ന എന്റെ ആത്മാർത്ഥതയെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുത് സാർ. സാർ, എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ബാപ്പേ ഉള്ളൂ എന്ന്. എനിക്കറിയാം ഞാൻ തുടങ്ങി വെച്ച ജോലി എങ്ങനെ പൂർത്തിയാക്കണമെന്ന്. തനിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? അവിചാരിതമായി ഉണ്ടായ ഈ സംഭവം ഭാഗ്യമായി കരുതുന്നവർ? തന്നോട് ഒരു താല്പര്യമില്ലാത്ത പോലെയാണല്ലോ ഗവൺമെന്റ് നിലപാട്. എനിക്കറിയില്ല. താൻ അറിയും. നാളെ രാവിലെ അവരോട് ഫോണിൽ പറയുമ്പോൾ. എന്ത് പറയുമ്പോ? എന്റെ ഡിമാൻഡ്സ് അംഗീകരിക്കാൻ. ഇല്ലെങ്കിൽ റീത്തുമായി പിന്നെ അവർ വന്നാൽ മതി സ്വീകരിക്കാൻ. റീത്തുമായി അവർ വരേണ്ടി വരും. എന്നാലും തന്റെ ഭീഷണിക്കാൻ വഴങ്ങില്ല. ടേക്ക് ഹിം ഔട്ട്. ഇതിങ്ങനെ ഒരു തീരുമാനമാകാതെ പോയാൽ 3 ദിവസം കഴിഞ്ഞു, 3 മരണമായി. എന്താ നിനക്ക് മടുത്തോ? ഇതിനൊരു പോംവഴിയേ ഉള്ളൂ. ഒന്നുകിൽ വിജയം, അല്ലെങ്കിൽ ആശ്വാസമായി. നീ ധൈര്യമായിട്ട് വയ്ക്കോ. ഏറ്റവും ലീസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ എക്സ്പ്ലോസീവ്സ് വരെ ഡിറ്റക്ട് ചെയ്യാൻ ശേഷിയുള്ളതാണിത്. റോഹൻ, സംഗതി പാളിയാൽ നടക്കാത്ത കാര്യമാണെങ്കിൽ ഞാനിതിൽ ഇടപെടില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ഇനി സ്വല്പം മിനുക്ക് മണി കൂടിയേ ബാലൻസ് ഉള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ ഞാൻ റെഡി. ഓക്കെ. ഹലോ, എന്താ ഇവിടെ? അത്യാവശ്യമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. വരൂ. എങ്ങോട്ട്? ചാൾസിന് എന്തോ പറയണം. എങ്കിൽ ഞാൻ കൂടി വരാം മോളെ. നോ, മിനി തനിയെ വരാനാ പറഞ്ഞത്. ഞാൻ പോയിട്ട് വരാം വരാം. ഇന്ന് രാത്രി നമുക്കിവിടെ കഴിയാം. എന്താടാ? ഇവരെന്താ ഇവിടെ? ആവശ്യമുണ്ട്. നീ ആരാ ചോദിക്കാൻ?
മോളെ മോളെ എന്താ ഒന്നുമില്ല. Ah!
നിങ്ങൾ ഈ നെറ്റ് വഴി താഴേക്ക് ഇറങ്ങാൻ. താഴെ നമ്മുടെ ആൾക്കാരുണ്ട്. മേനോൻ സാർ അവിടെ കണ്ടുപിടിച്ചോ? ശരി, ഞാൻ കണ്ടുപിടിച്ചോളാം. യു ക്യാരി ഓൺ. ഓക്കെ. പേടിക്കണ്ട, ഐ ആം ഫ്രം ദ പോലീസ്. നിങ്ങൾക്ക് ഇതിൽ രക്ഷപ്പെടാം. അവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്, അതുവഴി താഴേക്ക് ഇറങ്ങാം. ഓക്കെ.
രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ കൂടെ ഇവളുണ്ടായിരിക്കില്ല. Come out everybody! Don't move. Stop there. തോക്ക് താഴെ ഇടൂ. Come on, man. അനുമോദനങ്ങൾക്കും ആശംസകൾക്കും നന്ദി. മേലുദ്യോഗസ്ഥന്മാരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇതുപോലുള്ള ആവൽഘട്ടങ്ങളിൽ താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള പിടിവാശി ഉപേക്ഷിക്കണം. സഹപ്രവർത്തകരുടെയും സബോർഡിനേറ്റ്സിന്റെയും അഭിപ്രായത്തെ മാനിക്കാനുള്ള സന്മനസ് കാണിച്ചാൽ നന്ന്. പട്ടികളെ ഏറെ വിശ്വസിക്കാം. കാരണം എപ്പോഴെങ്കിലും തിന്ന ചോറിന് അവർ നന്ദി കാണിക്കും.